അപ്പോൾ രാവിലെ അൽമാൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി പോവാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഏതൊക്കെയാണ് സ്ഥലങ്ങൾ. കുറച്ച് വില്ലേജ് ഏരിയ കാണിച്ചു തരാം. ഒരു ചെറിയൊരു വനമാണ്. അതിൻ്റെ പേരെന്ന് പറഞ്ഞത് തക്ലായി എന്നെന്തോ പറഞ്ഞത്, അറിയത്തില്ല എൻ്റെ കറക്റ്റ് നെയിം. തക്ലായി എന്നാണ് ഞാൻ കേട്ടത്. അൽമാൻ്റെ എനിക്ക് പറഞ്ഞു തന്നതും അങ്ങനെ തന്നെ, തക്ലായി എന്നാണ് പറഞ്ഞത്. അപ്പം ഇത് അതിൻ്റെ റോഡാണ്. ഇനി അങ്ങോട്ട് പോകുന്ന വഴിയിലാണ് നമ്മളിപ്പോൾ. അങ്ങോട്ട് ചെല്ലുമ്പോൾ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇവിടുത്തെ ആണെങ്കിൽ പണ്ട് ഇത് ഭയങ്കര ഒരു വനമായിരുന്നു. ഇപ്പോൾ കുറച്ചൊക്കെ അവർ വെട്ടിത്തെളിച്ച് കുറച്ചൊക്കെ മനുഷ്യവാസമാക്കി തീർത്തിട്ടുണ്ട്. റോഡൊക്കെ വലിയ പുരോഗമനമൊന്നുമില്ല. നേരെ അപ്പുറത്ത് കാണുന്നുണ്ട്, ഇവിടെ കാണുന്നതാണ് ഒരു നദിയുണ്ട്. ആ നദിയുടെ പേരൊന്നും എനിക്കറിയത്തില്ല. നമുക്കങ്ങോട്ട് മേ ബി തക്ലായി നദി. തക്ലായി നദിയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ കുറച്ച് ആൾക്കാർ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ ആണെങ്കിൽ മസ്റ്റാർഡൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു വലിയ നദിയാണ്. ഈ വെളുത്ത് കാണുന്ന മുഴുവനും ആ ഒരു നദിയുടെ പാർട്ടാണ്. പക്ഷേ ഇപ്പം അതിനകത്ത് വെള്ളമില്ല. വെള്ളം അതിൻ്റെ സെൻറ്ററിൽ കൂടെ കുറച്ച് ഭാഗത്ത് മാത്രമേ ഉള്ളൂ വെള്ളം. പിന്നെ അങ്ങ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ടിപ്പർ ലോറി അവിടെ കിടപ്പുണ്ട്. അതിനകത്ത് നിന്ന് അവർ ഈ ടെൻഡർ കണക്കിന് നമുക്ക് എന്തെങ്കിലും ഈ കല്ലൊക്കെ വേണ്ടി വരത്തില്ല. നമുക്ക് എന്തെങ്കിലും ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വീടുണ്ടാക്കാനോ ഒക്കെ വേണ്ടി വരുമ്പോൾ ടെൻഡർ കണക്കിന് അവർക്ക് പൈസ കൊടുത്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് എടുക്കാം. അല്ലാതെ നമുക്ക് ഓടി വന്ന് ഇവിടെ നിന്ന് പറക്കിയെടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇതിനകത്ത് ഇപ്പോൾ ഒരു റെയിനി സീസൺ ആണെന്നുണ്ടെങ്കിൽ അങ്ങ് തൊട്ട് ഇങ്ങ് വരെ വെള്ളമായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, അത്രയും ഒരു നദി ഒഴുകുന്നത്. നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഇത്രയും വീതിയിലൊക്കെ ഉള്ള നദികൾ കാണുമായിരിക്കും. പക്ഷേ നമ്മൾ ഇങ്ങനെ അതിനകത്തൂടെ ഇറങ്ങി നടക്കാനുള്ള ഒരു ഭാഗ്യമൊന്നും കിട്ടണം എന്നില്ല. ഉണ്ടോ, ഇതിപ്പോൾ ഒരു നദിയുടെ ഉള്ളിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നദിയിൽ കൂടെയാണ് നമ്മൾ നടന്ന് അതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് പോകുന്നത്. അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് വെള്ളം ഒഴുകുന്നുണ്ട്. നേരെ ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ആ പാറകളില്ലേ, ആ പാറകൾ മലനിരകൾ എന്ന് പറയുന്നത് ഭൂട്ടാൻ്റെ മലനിരകളാണ്. അപ്പം പക്ഷേ ഇത് ഒത്തിരി ക്ലോസ് അല്ല കേട്ടോ, കുറച്ച് ദൂരെയാണ്. ഭൂട്ടാൻ എന്ന് പറയുന്ന ഭാഗം കുറച്ച് ദൂരെയാണ്. പക്ഷേ നമുക്കിവിടെ ഒന്നുകൊണ്ട് ആ മലനിരകൾ കാണാൻ പറ്റും. ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒഴുകുന്ന നദിയും കാണാൻ പറ്റുന്നുണ്ടോ. പിന്നെ ഇതെന്ന് പറയുന്നത് മഴക്കാലമാകുമ്പോൾ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ ജനങ്ങൾക്ക്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലഡ് ഉണ്ടാകുന്ന ഒരു പ്രധാന ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചുറ്റുവട്ടത്തൊന്നും മനുഷ്യവാസമില്ല. എല്ലാവരും ഇവിടുന്ന് പണ്ട് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ അവരെല്ലാവരും ഇത് വിട്ടിട്ട് ദൂരേക്ക് പോയി. കാരണം ഇവിടെ അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല. എങ്ങനെ ജീവിക്കും? ഫ്ലഡ് ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. ഓക്കെ, എന്ത് ഭംഗിയാണ്. അൽമാൻഡോ ഓൾസോ ഹിയർ. അൽമാൻഡോ എന്നെ ഇവിടെ വരെ കൊണ്ടുവന്നത്. അൽമാൻഡോൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു 15 മിനിറ്റ്സ് ഡിസ്റ്റൻസേ ഉള്ളൂ. ഇങ്ങോട്ട് നടന്നു വരാവുന്ന ദൂരമേ ഉള്ളൂ. അവരൊക്കെ സ്ഥിരം ഇവിടെ വരാറുണ്ട്. ഇപ്പോൾ ഈ വർഷത്തെ ക്രിസ്മസ് അൽമാൻഡോയുടെയൊക്കെ ഒപ്പമായിരുന്നു. അൽമാൻഡോയുടെ ഫാമിലിയുടെയും കൂടെ ഞങ്ങൾ ഇന്നലെ ഭയങ്കരമായിട്ട് അടിച്ചു പൊളിച്ചു. ഫാദർ മാത്യുവും ടീച്ചേഴ്സ് മിസ് റീന, മിസ് റോസിത, സിംപോളിൻ, അരൂപ്, ദെൻ പിബുലും വന്നു. എന്നിട്ട് എല്ലാവർക്കും കൂടെ ഇവർ വീട്ടിൽ വെച്ചൊരു ബിഗ് ഖാന ഉണ്ടായിരുന്നു, ബഡാ ഖാന ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ തിരിച്ചു പോയി. ഞാനിവിടെ നിന്നു. കാരണം ഇന്നും കൂടെ ഞാനിവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ. അവർ പോയി. പിന്നെ ഇങ്ങനെയൊക്കെ നടക്കുന്നു. അപ്പോൾ ഇവിടെ കാണാൻ പറ്റുമോ നേരത്തിൽ അവിടെ ഒരു ചെറിയൊരു ബ്രിഡ്ജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പുറത്തേക്ക് പോകാൻ. നമുക്ക് നോക്കാം. അപ്പോൾ എനിക്ക് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എന്താ പറയുക, പുതിയൊരു നാട്, പുതിയ കുറേ കൾച്ചറുകൾ, പിന്നെ അവിടുത്തെ കുറേ വീട്ടുകാർ. പക്ഷേ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് വീട്ടുകാരോട് സംസാരിക്കാൻ പറ്റത്തില്ല. ലാംഗ്വേജിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. പിന്നെ ആകെ സംസാരിക്കുന്ന അൽമാൻഡോയുടെ 2 ബ്രദേഴ്സുണ്ട്. അപ്പോൾ അവർ 3 പേരോടാണ് സംസാരിക്കുന്നത്. പക്ഷേ പേരൻസിനൊക്കെ നമ്മളോട് സംസാരിക്കണമെന്നുണ്ടാകും. പക്ഷേ ഭാഷ ഒരു പ്രശ്നമായിട്ട് വന്നു. എനിക്കാണെങ്കിൽ ഹിന്ദി പോലും അറിയത്തില്ല. അപ്പം അതുകൊണ്ട് അതൊരു പ്രശ്നമായിരുന്നു. പിന്നെ കുഴപ്പമില്ല, കാരണം ഇവരൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ
കരോളിനൊക്കെ പോയി. എന്നിട്ട് രാത്രി ഒരു 10-11 മണിയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. എന്നിട്ട് നേരെ കിടന്നുറങ്ങി. രാവിലെ എണീച്ചു, പല്ല് തേച്ചു, കാപ്പി കുടിച്ചു. എന്നിട്ട് നേരെ ഇങ്ങനെ നാട് തന്നെ ഇറങ്ങി. അപ്പോൾ ഇത് അടുത്തുള്ള സ്ഥലമാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് അടുത്തത് വേറെ ഏതൊരു പിക്നിക് സ്പോട്ടുണ്ട്, അവിടേക്ക് പോകാമെന്ന് അൽമാൻഡോ എന്നോട് പറഞ്ഞു. നമുക്ക് പോകാം. പിന്നെ ഉള്ളത് ഒരു മിസ്സിൻ്റെ വീടുണ്ട്, മിസ് റോസിതയുടെ വീട്. അപ്പോൾ അവിടെയും കൂടെ പോയിട്ട് തിരിച്ച് ബാക്ക് ടു ബിജിനി. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ബിജിനിയിലെത്തും. അങ്ങനെയാണ് ഇന്നത്തെ പ്ലാൻ. അപ്പോൾ 2 ദിവസം ഞാൻ അംറേക്കൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് കറങ്ങി നടക്കുകയാണ്. അല്ലേ ഞാൻ പറഞ്ഞ പാലമായി കാണുന്നത്, ബ്രിഡ്ജ്. അപ്പോൾ ഈ നദികൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരേ ഒരു പാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലത്ത് ഈ 2 വില്ലേജുകൾ തമ്മിൽ കണക്ട് ചെയ്യണമെങ്കിൽ ഈ പാലം വഴി, അതായത് ഇവർ പശുവിനെയൊക്കെ ഇവിടെ കൊണ്ട് കെട്ടാറുണ്ട്. പശുവിനെ കൊണ്ട് കെട്ടുമ്പോഴും വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിലും ഈ പാലം വഴിയാണ് അവർ പോകുന്നത്. അൽമാൻഡോ പറഞ്ഞ ഇവരുടെ ചേട്ടന്മാരൊക്കെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഹൂ മെയ്ഡ് ദിസ് വൺ? യുവർ ബ്രദേഴ്സ് ഓർ വാട്ട്? അൽമാൻഡോ പറഞ്ഞ അൽമാൻഡോയുടെ ചേട്ടന്മാരും അവരുടെ കുറച്ച് ഫ്രണ്ട്സും എല്ലാം കൂടെ ചേർന്നിട്ട് ഉണ്ടാക്കിയ ഒരു പാലമാണ്. കാരണം അത് നല്ലതാണ് ഒരു നാടിന്. നോക്കിയേ, ഒരു സൈഡിൽ കുത്തി ഒലിച്ചൊഴുകുന്ന നല്ല ഒരു പുഴ, തക്ലായ് പുഴ. അവിടെ കുറച്ച് സ്ലോയിൽ വന്നിട്ട് ഇവിടെ കുറച്ച് സ്ലോപ്പായിട്ട് കിടക്കാം. അപ്പോൾ നല്ല സ്പീഡിൽ ഇങ്ങനെ വെള്ളം ഒഴുകി ഇപ്പുറത്തൂടെ അങ്ങ് മേ ബി ദിസ് വൺ ഈസ് ഗോയിങ് ടു ഐറിവർ ഓർ വാട്ട് മേ ബി. അപ്പം ഞാൻ പറഞ്ഞ ടിപ്പർ ഇതുണ്ട് അവിടെ കിടപ്പുണ്ട്. അവർ കാരണം ഇത് നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് ആണല്ലോ ഇതൊക്കെ. അപ്പോൾ നമുക്ക് വേണ്ടുന്നത് പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ ഒരുപാട് ചൂഷണം ചെയ്യുന്നൊന്നുമില്ല, വേണ്ടത് നമ്മൾ എടുക്കുന്നു, പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിൽ. അതേപോലെ തന്നെയാണ് അവർ അത് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഇവിടെ ഒത്തിരി ആഴമുള്ളതായിട്ട് തോന്നുന്നില്ല, മീൻസ് വെള്ളം നല്ല ഇതായിട്ട് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുമായിരിക്കും. ഞങ്ങളുടെ നിഴൽ നിങ്ങൾ കാണുമല്ലോ, ഷാഡോസ്. സോ ഈ കാണുന്ന മലനിരകളാണ് ഭൂട്ടാൻ്റെ മലനിരകൾ എന്ന് പറയുന്നത്. പക്ഷേ ഇത് നല്ല ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ ഇപ്പം ഭയങ്കര തണുപ്പുള്ള കാലാവസ്ഥയാണ്, ഈ വെള്ളത്തിൽ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. എന്നാലും ഞങ്ങൾ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഇറങ്ങി ഞങ്ങൾ ഫോട്ടോ എടുക്കും. പിന്നെ ഒരു JCB വരുന്നുണ്ട്, മേ ബി നമുക്ക്. പക്ഷേ ഒരുപാട് മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ നമ്മുടെ അവിടുത്തെ കൂട്ട് ഇത് കുഴിച്ച് അടിയിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാമല്ലോ ഇവർ. ഇത് ഇങ്ങനെ ഫ്ലഡ് ഉണ്ടായ സമയത്ത് വരുന്ന കുറേ സ്റ്റോൺസും മഡും സാൻഡും ഒക്കെയാണ് അവരെടുക്കുന്നത്. അൽമാൻഡോ ദാറ്റാണ് ഉണ്ടോ, എന്ത് ക്ലിയറായിട്ടാണ് വെള്ളം ഒഴുകുന്നത് നോക്കി. നമ്മുടെ അടുത്ത് ഇത്ര കിട്ടുമോ അതുപോലെ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആ ഫ്ലഡ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ഇവിടെ വെള്ളം നിറയുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും, ഐ തിങ്ക് ദിസ് ഈസ് എ സെൻട്രൽ പോർഷൻ, നമുക്കിവിടെ ഒരിക്കലും വരാൻ പറ്റത്തില്ല, നമുക്കിവിടെ എത്തിച്ചേരാൻ പറ്റത്തില്ലായിരിക്കും. അൽമാൻഡോ പറഞ്ഞത് ഇവിടെ പണ്ട് വില്ലേജ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ സൈഡിൽ വില്ലേജ് ഉണ്ടായിരുന്നു, ഫ്ലഡ് ഉണ്ടായി വരുന്നത്. അപ്പോൾ ഇത് എല്ലാ വർഷവും ഉണ്ടായി വരുന്ന സംഭവമല്ല, നമ്മുടെ കേരളത്തിലുണ്ടായി വന്നതുപോലെ ഒത്തിരി വർഷം മുമ്പൊന്നും നമുക്ക് ഫ്ലഡൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ. ആ കഴിഞ്ഞ കുറേ വർഷങ്ങളിലാണ് നമുക്ക് ഫ്ലഡ് ഉണ്ടായി വന്നത്. അതേപോലെ തന്നെ പണ്ട് ഇവിടെ മുഴുവനും വില്ലേജ് ആയിരുന്നു. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് ആ ഫ്ലഡ് ഉണ്ടായത്. ഫ്ലഡ് ഉണ്ടായപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ആ വീടുകൾ മുഴുവനും അങ്ങ് തൂത്ത് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ജനവാസം ഇല്ലാത്ത ഒരു, അതാ പറഞ്ഞത്, പണ്ട് ഇവിടെ ഒരു കാടായിരുന്നു. ആ കാട് വെട്ടിത്തെളിച്ച് അവർ കുറച്ച് വീടുകളൊക്കെ വെച്ചു. പക്ഷേ നമ്മൾ പറഞ്ഞ നദീതട സംസ്കാരങ്ങൾ പോലെ നദിയുടെ സൈഡിലൊക്കെ അവർ വീടുകളൊക്കെ വെച്ചു. പക്ഷേ എന്ത് ചെയ്യാം, വെള്ളം വന്ന് മുഴുവൻ എടുത്തുകൊണ്ട് പോയി. ഇപ്പോൾ ഇവിടെ ആരുമില്ല. ഇവിടെ ഉള്ളത് കുറച്ച് ഇച്ചിരി ദൂരെയായിട്ടാണ് ഉള്ളത്. ആഹാ, പച്ച വെള്ളം, ഗ്രീൻ വാട്ടർ. അപ്പോൾ നോക്കി കാണാൻ പറ്റുന്നുണ്ടോ? പക്ഷേ ഡാർക്കാണ്, പക്ഷേ ഇത് പച്ച കളറിലിരിക്കുകയാണ്. എൻ്റെ ക്യാമറയുടെ കുഴപ്പമായിരിക്കും, കാണുമ്പോൾ ഇത് നല്ല പച്ച കളറിലിരിക്കും.
ഇപ്പോൾ ഞാൻ ആ ഇതിലാണ് നിൽക്കുന്നത് കേട്ടോ. നമ്മൾ മുമ്പേ കണ്ട ആ ഒരു സെൻറ്റർ പോർഷൻ അല്ല, ഇത് ചെറിയൊരു ഇതാണ് അവിടെ നിൽക്കുന്നത്. പുറകിൽ അൽമാൻ്റെ ഇരിപ്പുണ്ട്. അൽമാൻ്റെ ഭയങ്കര ഫോട്ടോ എടുക്കും, സെൽഫി ഒക്കെ. വെള്ളത്തിന് നല്ല തണുപ്പുണ്ട്. ഇവിടെ നമുക്ക് നിൽക്കാൻ പറ്റും. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞത് ഇതാണ്, ഇവിടെ ഒരു ചെറിയൊരു കുഴി പോലെ ഉണ്ട്. ആ കുഴിയിലാണെങ്കിൽ വെള്ളം നിറഞ്ഞിട്ട് അതൊരു പച്ച കളർ, കാരണം ഇത് ക്ലിയർ വാട്ടറാണത്, അതുകൊണ്ട് അതൊരു പച്ച കളറിരിക്കുക. കടന്നു ഈ നദിയുടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഈ JCB കൊണ്ട് ഒരു ചെറിയ ചെറിയ കുഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് അറിയത്തില്ല, ഇവർക്ക് വെള്ളം എന്തെങ്കിലും കഴുകാനൊക്കെ ആണോ എല്ലാം അറിയത്തില്ല. ചെറിയ ചെറിയ കുഴികൾ അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഇങ്ങനെ വെള്ളം, നല്ല ക്ലിയർ വെള്ളം കിടക്കുമ്പോൾ ഒരു നല്ല പച്ച കളറാണ്. നമ്മൾ എവിടെ തൊട്ട് ഇങ്ങോട്ട് വന്നതെന്ന് നോക്കി, ആ വണ്ടി കിടക്കുന്നതിനും അപ്പുറമാണ് നമ്മൾ നിന്ന പൊസിഷൻ. പിന്നെ വെള്ളം കയറി വരുമ്പോൾ ഈ ഭാഗങ്ങളെല്ലാം മുങ്ങിപ്പോകും. കാരണം ഇതെന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവിടെ വീണ്ടും ഒരു ചെറിയ നദിയുണ്ട്. കണ്ടോ, നമ്മൾ കാശൊക്കെ കൊടുത്ത് നമ്മൾ ഈ വയനാട്ടിലൊക്കെ പോയിട്ട് നമ്മൾ ട്രക്കിങ്ങിൽ ആ വനത്തിൻ്റെ ഉള്ളിലൂടെയൊക്കെ പോകത്തില്ലേ, ഇത് നമുക്ക് ഒരു കാശും കൊടുക്കാതെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നടക്കാം. പക്ഷേ നമുക്കൊന്നെന്ന് പറഞ്ഞിട്ട് ആനിമൽസിനെ കാണാൻ പറ്റത്തില്ല, അത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വയനാട്ടിലാണെങ്കിലും എന്താ സംഭവിക്കുന്നത്, മഴയോ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് ഒന്നിനെയും കാണാൻ പറ്റത്തില്ല. പക്ഷേ സാധാരണക്കാരൻ നമുക്ക് ഈ ആനിമൽസിനെ കാണുന്നതിനെക്കാട്ടും നല്ലത് നമുക്ക് ആ ഒരു പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കുന്നതിനകത്തായിരിക്കും ചിലപ്പം കുറച്ചുകൂടെ ഒരിതുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു എനിക്കറിയത്തില്ല, കിലോമീറ്റർ കണക്ക് പറയുകയാണെങ്കിൽ എനിക്കറിയത്തില്ല ഇതിന് എത്ര നീളം ഉണ്ടെന്നൊന്നും പറയാൻ എനിക്കറിഞ്ഞൂടാ. അത്രയും വെള്ളം ഇങ്ങനെ കയറി കിടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺബിലീവബിളാണത്. പിന്നെ ഇതിപ്പോൾ ഒരു എന്താ പറയുന്നത്, ഒരു വേനൽക്കാലത്തിൻ്റെ പ്രതീതിയാണ്. അപ്പോൾ ഇവിടെ ഇനി മഴക്കാലം ആകുമ്പോഴത്തേക്കും ഇതൊക്കെ ഫുള്ള് എന്തായിരിക്കും, ഇങ്ങനെ പച്ചപ്പൊക്കെ ആയിട്ട് കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമായിരിക്കും. അൽമാൻഡോ ഒരു സൈഡിൽ കൂടെ നടന്നു പോകുന്നുണ്ട്. അൽമാൻഡോ ആണ് എന്നെ ഇങ്ങനെ ലീഡ് ചെയ്യുന്നത്. അൽമാൻഡോ എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നില്ല. അൽമാൻഡോ വേറൊരു സ്കൂളിലാണ് പഠിച്ചത്. സെയിം സ്കൂളിൽ തന്നെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ബോഡോ മീഡിയം, ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്. അപ്പം അൽമാൻഡോ പഠിച്ചത് ബോഡോ മീഡിയത്തിലായിരുന്നു. അപ്പം ഞങ്ങൾ സെയിം ഹോസ്റ്റലിൽ താമസിച്ചു. അങ്ങനെയുള്ളൊരു കണക്ഷനാണ് ഞാനും അൽമാൻഡോ തമ്മിൽ. ഹംടേക്ക എന്നാണ് ഈ ഒരു വില്ലേജ് അല്ല, വില്ലേജിൻ്റെ പേര് ഹംടേക്ക എന്നാണ്. എന്നിട്ട് ആ ഹംടേക്ക കഴിഞ്ഞ് കുറച്ചുകൂടെ ബാക്കിലേക്ക് വരുമ്പോഴാണ് ഈ പറയുന്ന ഈ നദിയും ഈ ഫോറസ്റ്റും ഒക്കെ കാണുന്നത്. ഈ ചെറിയ ചെറിയ മരങ്ങൾ കണ്ടോ, ഇതിൻ്റെ പേര് ഇവർ പറയുന്നത് എന്തുവാ, ബഗരി അങ്ങനെയാണ് പറയുന്നത്. ഈ ചെറിയ ചെറിയ മരങ്ങൾ കണ്ടോ, ഇവിടെ മുഴുവനും നോക്കിയാൽ അതാണ്, ഇങ്ങനെ ചെറിയ ചെറിയ മരങ്ങളാണ്. അതിനകത്ത് ചെറിയ ചെറിയ കായ്കളുണ്ട്. കുറച്ചുകൂടെ അത് നിങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് പറ്റും. കാരണം നമ്മൾ ഈ കാ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് നമ്മുടെ നാട്ടിലില്ല. ഈ കാ നമ്മുടെ നാട്ടിലില്ല, പക്ഷേ ഇത് പണ്ടുള്ള കുറേ ആൾക്കാരെങ്കിലും കഴിച്ചിട്ടുണ്ടാവും. അതായത് ഒരു കറുത്ത പുളിയച്ചാറെന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം പണ്ട് ചെറിയ പാക്കറ്റിലുണ്ടായിരുന്നു. കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുമായിരുന്നു. 1 രൂപയ്ക്ക് 4 എണ്ണമൊക്കെ കിട്ടുന്നത്. 25 പൈസയുടെ ഇങ്ങനെ ചെറിയ ചെറിയ പാക്കറ്റ്. ഞാൻ എൻ്റെ കായയുടെ അകത്തുണ്ടെങ്കിൽ കാണിച്ചു തരാം. പക്ഷേ ആ കായടല്ല നമ്മൾ കഴിക്കുന്നത്, ഒരു കറുത്തച്ചാർ രൂപത്തിൽ. ഇപ്പം എല്ലാവർക്കും ഇവിടെ വന്ന് എത്തിച്ചേരാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നുണ്ട് ഇത്. ഒത്തിരി കുഞ്ഞി പശുക്കളെയൊക്കെ നിങ്ങൾക്ക് കാണാം, കണ്ടോ. എൻ്റെ ഫോൺ ഈസ് നോട്ട് ക്ലിയർ, അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലതായിട്ട് കാണാൻ പറ്റത്തില്ല. അതല്ലെങ്കിൽ നല്ലൊരു ഫോണൊക്കെ ആയിട്ട് ഞാൻ ഇവിടെ വരും. ഇനി ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല കേട്ടോ, ഇനി ഈ ഒരു സ്ഥലത്ത് വരാൻ പറ്റുമോ. അടുത്ത വർഷം
ഇവിടെ വരാൻ പറ്റുമോ, ക്രിസ്മസ് ഇങ്ങനെയൊക്കെ ആഘോഷിക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. കണ്ടോ, നിറയെ പശുക്കൾ, നമുക്കിങ്ങനെ ഊഹിക്കാൻ പോലും പറ്റില്ല. മേ ബി ദിസ് വൺ ഈസ് മോർ ദാൻ 100. ഇത് ഒരു ഗ്രൂപ്പാണ്. അതേപോലെ തന്നെ അവിടെയൊക്കെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളുണ്ട് കേട്ടോ. ഇതാണ് മിൽക്ക്. ഇത് ആ കാടിൻ്റെ ഇടയ്ക്കുള്ള വേറൊരു നദി എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു ചാല്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, വെള്ളം കയറുമ്പോൾ അത്രയും ദൂരം ഇങ്ങനെ കിടക്കുന്നത്. ആദ്യം ഞാൻ പറഞ്ഞു ഇതൊരു ഫോറസ്റ്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല, കാരണം വരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞായിരുന്നു. ഞങ്ങളിങ്ങോട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഹസ്ബൻഡോട് ഞാൻ പറയുമായിരുന്നു, ഇതാണോ നീ പറഞ്ഞ ഫോറസ്റ്റ്? അപ്പം പറഞ്ഞു ഇതെല്ലാം വെട്ടി നിർത്തി, ഇപ്പോൾ ഇവിടെ ഒന്നും ഇല്ല. അത് കഴിഞ്ഞപ്പോൾ ഇപ്പുറം നദിയുടെ അടുത്ത് വരെ വരുന്നുള്ളൂ. പിന്നീട് ഹസ്ബൻഡ് പറഞ്ഞു കുറച്ചുകൂടി ഉള്ളിലോട്ട് പോയാൽ കുറച്ചുകൂടെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇത് നല്ല ഒരു സ്ഥലമാണ് കേട്ടോ. ഇപ്പം ഫോട്ടോസിനായാലും വീഡിയോസിനായാലും ഉണ്ട്. അപ്പുറത്ത് വേറൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട് പശുവിനെയും കൊണ്ട്. ഉണ്ടോ, നമുക്ക് ഉപജീവന മാർഗം നമുക്ക് എങ്ങനെയും സ്വീകരിക്കാം. ഇപ്പം എല്ലാവർക്കും ഇപ്പം എൻജിനീയറോ ഡോക്ടറോ ഒന്നും ആകാൻ പറ്റത്തില്ല. നമുക്ക് അറിയാവുന്ന ജോലി നന്നായി ചെയ്യുക. പൊടി മുക്കിക്കറി ഒന്ന് കുറച്ചും കൂടെ ഉള്ളിലെത്തിയപ്പോൾ ഇതേപോലെയാണ് കാണുന്നത്. ഇനിയും അതിൻ്റെ ഉള്ളിലോട്ടുണ്ട്. ഇപ്പം നമ്മൾ വന്നില്ലേ, ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഒരു റോഡുണ്ട്. ഏതോ ഒരു വില്ലേജിലോട്ടുള്ള റോഡാണ്. അപ്പം ഇനി മീൻസ് സാൻഡിഫർ, ആ വില്ലേജിലോട്ടുള്ള റോഡായത്. ഇപ്പം ഇനിയും ഉള്ളിലോട്ട് പോയാൽ കുറച്ച് ചെറിയ ഡെൻസായിട്ടുള്ള ചെറിയ ഫോറസ്റ്റ്, സ്മോൾ ഡെൻസ് ഫോറസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലത്തെ ചെറുത്. ഇത്രയും വരെ കണ്ടുവന്നത് ഇങ്ങനെ കുറച്ച് നമുക്ക് അപ്പുറം എന്താണെന്ന് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പം കുറച്ചുകൂടി ഡെൻസായി തുടങ്ങി. അപ്പുറം എന്താണെന്ന് നമുക്ക് കാണാൻ പറ്റത്തില്ല. എന്നാലും നമുക്ക് ഇച്ചിരി കൂടെ അങ്ങോട്ട് പോകാം. റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് കയറാൻ തുടങ്ങി. കാരണം റോഡിൽ കൂടെ പോയാൽ നമുക്ക് ഒരു അഡ്വഞ്ചറസ് ഒന്നും ഫീൽ ചെയ്തില്ലല്ലോ. ഇത് ചെറിയൊരു നടപ്പാതയുണ്ട്, ആ വഴി കൂടെ നമ്മൾ കുറച്ച് ഉള്ളിലോട്ട് പോകാൻ തുടങ്ങി. അയ്യോ, ഫുള്ള് ഇങ്ങനെ ഈ പൊടിമണൽ പോലത്തെ സംഭവമാണ്. എൻ്റെ കാലൊക്കെ കണ്ടേ മൊത്തം പൊടിയായിട്ട്. ചെറിയ ചെറിയ മുള്ളു ചെടികളാണ് ഇതിനകത്ത് കേട്ടോ. കണ്ടോ, നമ്മൾ മുമ്പേ കണ്ട സ്ഥലം പോലെ അല്ല ഇത്. ഇപ്പം നമുക്ക് കുറച്ച് അപ്പുറം എന്താണെന്ന് അറിയാൻ പറ്റത്തില്ല, എന്തെങ്കിലും നിൽക്കുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റത്തില്ല. കരിയിലയുടെ സൗണ്ടും ഒക്കെയാണ്. എന്തൊക്കെയോ ബേർഡ്സിൻ്റെ ഒക്കെ സൗണ്ടൊക്കെ ഉണ്ട്. കണ്ട കേട്ടോ. അപ്പോൾ ആനയൊക്കെ ഉള്ളൊരു കാടാണ് കേട്ടോ. ആനയൊക്കെ ഉണ്ട്, ആനപ്പിണ്ടം കണ്ടു. പിന്നെ നമ്മളിങ്ങോട്ട് വരുമ്പം വേറൊരു ചെറിയ നദി. ഇതിപ്പോൾ മനുഷ്യന്മാർ നടക്കുമോ അതോ മൃഗങ്ങൾ നടന്നതിൻ്റെ കാൽപ്പാടുകളാണ്? പശുവൊക്കെ ഇങ്ങനെ കൂട്ടത്തോടെ നടന്നതിൻ്റെ കാൽപ്പാടുകളാണോ നടക്കില്ല. വഴി അറിയാതെ ഇതിനകത്ത് പെട്ടുപോകും. നമ്മളൊരാൾ ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അടയാളമൊക്കെ ഇട്ടിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അപ്പം മൽമാൻ പറഞ്ഞു നമുക്ക് വേറെ വഴി കൂടെ ഇറങ്ങിപ്പോകാം, തിരിച്ചത്ര നടക്കേണ്ടതാണ്. ഇതിനകത്ത് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്, ഈ വില്ലേജ് പീപ്പിൾസ് വന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് വേണ്ടുന്ന മരങ്ങളില്ലേ, അതായത് വിറകിന് വേണ്ടുന്ന മരങ്ങൾ അവർ ഓടിച്ചിടും, വെട്ടിയിടും. എന്നിട്ട് കുറച്ചാൾ കഴിഞ്ഞിട്ട് എന്നിട്ട് എടുത്തുകൊണ്ട് പോകും.
ഭയങ്കര ചൂടായി. എനിക്കിപ്പോൾ നടക്കാൻ പോലും വയ്യ. മൂക്കിൽ പൊടിയൊക്കെ കയറിയിട്ട് നടക്കാൻ പോലും വയ്യ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ട്രിപ്പ് ഞങ്ങൾ ക്ലോസ് ചെയ്യണേ. ഈ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റിവറിൻ്റെ അടുത്തോട്ടുള്ളത്. ഇനി വേറൊരു പിക്നിക് സ്പോട്ടിലേക്ക് അൽമാനെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അവിടെ പോയിട്ട് വരാം. ബൈ ബൈ അൽമാൻ. ബൈ ബൈ.